ദിവസം ഒരു കുടുംബം എന്നോട് എന്ന് പറഞ്ഞു, അച്ഛൻ തന്നെ ഞങ്ങളുടെ കല്യാണം നടത്തുമെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് വലിയ സന്തോഷമായി. മകനെ എനിക്ക് പരിചയമുള്ളൂ. വീട്ടുകാർക്ക് വലിയ ആഗ്രഹം, ഒരു തയ്യാറാക്കാരൻ അച്ഛനെ കൊണ്ട് കല്യാണം നടത്തിയാൽ ഏതാണ്ട് പുണ്യം കൂടുതൽ കിട്ടുമെന്ന് മറ്റോ ഒരു ചിന്ത കൊണ്ടായിരിക്കാം. എന്തായാലും ഞാൻ പറഞ്ഞതിന് 10 മണിയാകുമ്പോൾ ഞാനവിടെ എത്തിയേക്കാം. അങ്ങനെ 10 മണിയോടുകൂടി ഞാൻ അവിടെ വന്നു. 10 മണിയായപ്പോൾ ഞാനവിടെ വന്നു. കല്യാണം ആരംഭിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ കാപ്പിയൊക്കെ ഇട്ട് ഇറങ്ങി വന്ന് 2 മെത്രാച്ചന്മാരുണ്ട്. കാപ്പിയിട്ട് ഇറങ്ങി വന്നപ്പോഴാണ് കാണുന്നത് കുറെ കൊച്ചു പിള്ളേർ വരുന്നുണ്ട്. ഈ പിള്ളേര് ഏതാണ്ട് വാല് പോലെ ഒരു സാധനം തൂക്കി പിടിച്ചോണ്ടാണ് വരുന്നത്. ഈ പെങ്കൊച്ചിൻ്റെ ഒരു വലിയ അങ്കിയാണ്, നിലയങ്കിയാണ്. അതിൻ്റെ പള്ളിയുടെ അങ്ങേയറ്റം വരെ നീണ്ടു കിടക്കുക. അതുമായിട്ടാണ് വരുന്നത്. എന്തായാലും അതുമായിട്ട് ഇങ്ങനെ വന്നു. അത് ഈ പള്ളിയിൽ ഇങ്ങനെ വിരിച്ചിട്ടു. നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിഞ്ഞുകൂടാ, ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഞാൻ ഈ പരിപാടി അതിങ്ങനെ വിരിച്ചിട്ടു, റാ പോലെ വട്ടത്തിൽ ഇങ്ങനെ വിരിച്ചിട്ടു. അപ്പോൾ ഞാൻ ഓർത്തത് എന്താ സംഭവം എന്ന് എനിക്ക് മനസ്സിലായില്ല. ഞാൻ ആദ്യം കാണുന്നതുകൊണ്ട് എനിക്ക് മനസ്സിലായി. അമേരിക്കയിലൊക്കെ എങ്ങനെയാണെന്ന് തോന്നുന്നു കല്യാണമൊക്കെ. എന്തായാലും അവിടെ നിന്ന് കൊണ്ടുവന്ന വസ്ത്രമായിരിക്കും, ഈ നാട്ടിൽ അത് കിട്ടുമെന്നും തോന്നുന്നില്ല. എന്തായാലും അതൊക്കെ വിരിച്ചിട്ടു. പ്രാർത്ഥിക്കാൻ നിന്നപ്പോഴാണ് മനസ്സിലായത്. ആദ്യമായിട്ടൊന്ന് കണ്ണു തുറന്നപ്പോഴാണ് എന്ത് ചെയ്ത്, ഈ പുറകിൽ ഒത്തിരി വസ്ത്രം ഉണ്ടായാലും ഫ്രണ്ടിൽ അതില്ല. അപ്പൊ ഞാൻ ഓർത്ത് ദൈവം അതിൽ നിന്ന് കുറച്ച് മുറിച്ചെടുത്ത് ഇവിടെ എങ്ങനെ പിടിപ്പിച്ചിരുന്നെങ്കിൽ വളരെ. ഞാൻ പിന്നെ കണ്ണടച്ചൊക്കെ വെച്ചു. ഞാൻ ഏറിട്ട് നോക്കുമ്പോൾ 2 മെത്രാച്ചന്മാർ ശ്വാസം അടക്കി പിടിച്ചിരിക്കുകയാണ്. ഞങ്ങളെ വിഷമിപ്പിക്കരുത് നിങ്ങളെ. അതുകൊണ്ട് കല്യാണമൊക്കെ ആശീർവദിക്കുന്നതിന് സന്തോഷമേ ഉള്ളൂ. അപ്പോൾ ഓർക്ക് ഇങ്ങനെയൊക്കെയാണ്. പിന്നെ ഞാൻ എന്തായാലും ഇങ്ങനെ തീരുമാനിച്ചു, എന്തായാലും ഒരു അച്ഛനെയും കൂടെ കൊണ്ടുപോകണം നല്ലതാണ്. കാരണം അന്നേരം തന്നെ ഉപസാരിക്കാമല്ലോ. നമ്മൾ ഓർക്കണം, മറ്റുള്ളവർക്ക് ഇടർച്ച വരുത്തുന്ന പ്രവർത്തികൾ നമ്മൾ ചെയ്യാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം പാപത്തിൽ വീണു പോയാൽ അവൻ രക്ഷപ്പെട്ടു പോരാൻ വളരെ പ്രയാസമാണ്.